നമ്മൾ സംസാരിക്കാൻ പോണത് ട്രേഡിംഗ് സൈക്കോളജിനെ പറ്റിയാണ്. ഒട്ടുമിക്ക ബിഗിനേഴ്സിനും അറിയാത്തൊരു കാര്യമാണ് ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. എല്ലാവരും ഒരു ബിഗിനർ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രേഡിംഗ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും യൂട്യൂബിലാണ് ആദ്യം പോയി സെർച്ച് ചെയ്യുക. എന്തായിരിക്കും സെർച്ച് ചെയ്യുക? 100% വിൻ റേറ്റുള്ള സ്ട്രാറ്റജി, അല്ലെങ്കിൽ ലോസ് വരില്ല, എനിക്ക് ലോസ് വരാത്ത സ്ട്രാറ്റജി കിട്ടണം. ഈ മൈൻഡിലാണ് എല്ലാവരും ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രേഡിംഗ് സൈക്കോളജി, റിസ്ക് മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഇതിൻ്റെ അങ്ങനെ എന്താ പറയാറില്ലേ? ആക്ച്വലി ഒന്നാമത്തെ കാര്യം 100% വിന്നിംഗ് റേറ്റുള്ള സ്ട്രാറ്റജി അതില്ല. അതെ. പിന്നെ ഒരു മിനിറ്റ്, നിൻ്റെ കയ്യിൽ ഒരു 80% ആ ഒരു സത്യാവസ്ഥ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണം. അത് ഇവർ യൂട്യൂബിൽ നോക്കുമ്പോൾ ഒരുപാട് തമ്മിലും കാര്യങ്ങളും വരും, ക്ലിക്ക് ചെയ്യും, അവർ വ്യൂ കൂടും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 80% വിന്നിംഗ് റേറ്റുള്ള സ്ട്രാറ്റജി ഉണ്ട്, പക്ഷേ നീ സൈക്കോളജി വൈസ് നീ പക്കാ വീക്കാണ്. അങ്ങനെ എന്നുണ്ടെങ്കിൽ നിനക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റില്ല. മറിച്ച് നിൻ്റെ കയ്യിൽ 30-40 വിന്നിംഗ് റേറ്റുള്ള സ്ട്രാറ്റജി കയ്യിലുണ്ടെങ്കിൽ, പക്ഷേ നീ സൈക്കോളജിയിൽ അടിപൊളിയാണ്, ഇമോഷൻസ് കൺട്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് നോക്കിയിട്ട് ഒരു ട്രേഡ് എടുക്കുന്ന ആളാണെങ്കിൽ നിനക്ക് മന്ത്ലി ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റും. ഇതാണ് രണ്ടും തമ്മിൽ മാറ്റം. നമുക്കൊരു സ്ട്രാറ്റജിനേക്കാൾ ഉപരി നമുക്കൊരു ട്രേഡിംഗ് സൈക്കോളജിയാണ് നമുക്ക് വർക്ക് ആവേണ്ടത്. അപ്പോൾ ഒരു 100% വിന്നിട്ടുള്ള സ്ട്രാറ്റജിൻ്റെ പിന്നാലെ പോവാതെ ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ട്രേഡ് ചെയ്യണതാണ് ബെറ്റർ എന്നുള്ളത്. ഓക്കെ. സോ നമ്മളെ സൈക്കോളജി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്, ട്രേഡിംഗ് സൈക്കോളജി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുക്കുന്ന മുന്നേ, നമ്മൾ മാർക്കറ്റിൽ വരുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഈ ദിവസം ഇത്ര പ്രോഫിറ്റ് ആയാൽ ഞാൻ എക്സിറ്റ് ആവും, ഇത്ര നമ്മുടെ അക്കൗണ്ടിന് ഇത്ര % ആയാൽ നമ്മൾ എക്സിറ്റ് ആവും, അല്ലെങ്കിൽ ഒരു വീക്കിലി ഇത്ര % നമ്മൾ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ മന്ത്ലി ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാം. അതിന് കൂടുതൽ നമുക്ക് വേണ്ട. അല്ലെങ്കിൽ ഒരു ലോസ് നമ്മൾ ഇത്ര കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്ന് എക്സിറ്റ് ആവും, പിന്നെ ട്രേഡ് എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി എടുക്കുന്ന ട്രേഡിൻ്റെ എണ്ണം കുറയ്ക്കാം, 2-3 ട്രേഡ് മാക്സിമം. പിന്നെ ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക. ഒന്നാമത്തെ കാര്യം. അതായത് സ്കാൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ട്രേഡ് എടുക്കും, അടുത്ത ട്രേഡ് എടുക്കും, അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ അടുത്തൊരു കാര്യം, റിവെഞ്ച് ട്രേഡ്. ഇപ്പോൾ 80% വിന്നിംഗ് റേറ്റുള്ള നിൻ്റെ സ്ട്രാറ്റജി, പക്ഷേ നീ വീക്കാണ്, സൈക്കോളജിയിൽ വീക്കാണ്. അപ്പോൾ നീ എന്ത് ചെയ്യും? ഒരു ട്രേഡ് എടുക്കും. 80% പറഞ്ഞാൽ 20% നിനക്ക് നഷ്ടം വരാം, 80% പ്രോഫിറ്റ് ആവാം. നീ എടുത്ത 2 ട്രേഡ് നഷ്ടത്തിൽ വന്നു, ഫസ്റ്റ് ട്രേഡ്. അപ്പോൾ നീ ഓട്ടോമാറ്റിക്കായിട്ട് റിവെഞ്ച് ട്രേഡ് എടുക്കും. എനിക്കിത് ലോസ് റിക്കവർ ആണ്, എന്നിട്ട് അടുത്ത ട്രേഡ് എടുക്കും, അതും നഷ്ടത്തിലാവും. പിന്നെ നീ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക? റിസ്ക് കൂട്ടിയെടുക്കും. നമ്മൾ എന്താ വേണ്ടത്? നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ നല്ല സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ 1% റിസ്ക് എടുക്കുക. ഒരു ഫണ്ടഡ് അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ 1% റിസ്ക് എടുക്കുക. അപ്പോൾ നീ റിവെഞ്ച് ട്രേഡ് എടുക്കുമ്പോൾ നീ എന്താ ചെയ്യുക? ഒരു 2%-3% റിവെഞ്ച് എടുത്തിട്ട് റിസ്ക് എടുക്കുക. അപ്പോൾ എന്താവും? നീ എടുത്ത ട്രേഡ് ചിലപ്പോൾ നിന്റെ സെറ്റപ്പിനുള്ള ട്രേഡ് ആയിരിക്കില്ല. അത് SL അടിച്ചു കഴിഞ്ഞാൽ 3%, 4% വാഷ് ഔട്ടും, അക്കൗണ്ടേ പോകും, തീരുമാനമായി. അതാണ് സൈക്കോളജിയോടെ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ മുന്നേ പറഞ്ഞ മാതിരി കറക്റ്റ് ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുക, റിവെഞ്ച് ട്രേഡ് എടുക്കാതിരിക്കുക, ഡെയിലി നമ്മളൊരു പ്രോഫിറ്റ് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഡെയിലി ടാർഗറ്റ്, വീക്ക്ലി ഗോൾസ് അങ്ങനെ സെറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഡെയിലി 1%, ഒരു 10K അക്കൗണ്ട് ആണെങ്കിൽ ഒരു 1% നിങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു $100 ആയി കഴിഞ്ഞാൽ ഇറങ്ങി പോവുക. പിന്നെ വേറെ എന്തെങ്കിലും പരിപാടി നോക്കുക, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇരുന്നിട്ട് തന്നെ വാച്ച് ചെയ്യുക, മാർക്ക് ചെയ്ത് വയ്ക്കുക, ട്രേഡ് എടുക്കാതിരിക്കുക. ഇതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ ഈ ഒരു സൈക്കോളജി പറയുമ്പോൾ ചെറിയ കാര്യമായിരിക്കും. മാർക്കറ്റിൽ നിന്ന് ട്രേഡ് എടുക്കുമ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ നഷ്ടത്തിലാവാനുള്ള കാരണം ഈ സൈക്കോളജി വർക്ക് ആവാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ അങ്ങനെ ഇങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ? ധാരാളം. കാരണം ഞാൻ എടുക്കുമ്പോൾ ഈ റിവെഞ്ച് ട്രേഡ് എന്ന് പറഞ്ഞ സമയം ഞാൻ എടുക്കാറുണ്ട്. റിസ്ക് കൂട്ടിയെടുക്കില്ലെങ്കിലും ഒരു ട്രേഡ് നഷ്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് എടുക്കാറുണ്ട്, അടുത്ത ട്രേഡ് എടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ ട്രേഡിങ് സെറ്റപ്പ് തന്നെ മറക്കും. അതായത് ഇന്നെ കോൺഫിഡൻസ് വന്നാലാണ് ഞാൻ ട്രേഡ് എടുക്കുക. പക്ഷെ ഞാൻ അതൊക്കെ ഒന്നാകെ മറന്നിട്ട് ട്രേഡ് എടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? അക്കൗണ്ട് വാഷ് ഔട്ട് ആവും. 2-3 തവണ കിട്ടിയിട്ടുണ്ട്, പിന്നെ പഠിച്ചു. അത് എക്സ്പീരിയൻസിലൂടെ പഠിക്കും ഓരോരുത്തർ. അതിപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു ബിഗിനറിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞാലൊന്നും അവരൊന്നും അക്സെപ്റ്റ് ചെയ്യൂല. ഇല്ലല്ല, അതാണ് ഇതൊക്കെ അനുഭവിച്ചാലേ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു റിയലൈസേഷൻ അപ്പോൾ വരുള്ളൂ. അതെ, കറക്റ്റ്. അപ്പം എൻ്റെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു ഓർമ്മ ഉണ്ട്. എനിക്കത് മറക്കാൻ പറ്റില്ല. എൻ്റെ അത്രത്തോളം ഒരു ത്രില്ല് അടുപ്പിച്ച മൊമെൻ്റാണ്. ഇപ്പം അത് കേട്ട് കഴിഞ്ഞാലോ, ഇപ്പം നിങ്ങൾ എൻ്റെ ആ ഒരു അനുഭവം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര മണ്ടത്തരാണല്ലോ നീ ചെയ്തതെന്നൊക്കെ തോന്നും. എനിക്ക് ആ സമയത്ത് മണ്ടത്തരല്ല. ആ സമയത്ത് എന്തൊക്കെയോ ഞാൻ നേടാൻ കഴിഞ്ഞു, ഞാൻ ഭയങ്കര സംഭവമായി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. എന്താ വെച്ചാൽ ടാറ്റ മോട്ടറിൽ ഞാൻ ട്രേഡ് എടുത്ത്. അന്ന് എനിക്ക് പോസിറ്റീവ് സൈസ് എന്താണെന്ന് അറിയില്ല, മണി മാനേജ്മെൻറ്റ് എന്താ അറിയില്ല, SL പോലും വെക്കില്ല. ഞാൻ വിചാരിക്കും ഒന്ന് മേലെ പോയാൽ ഇനി താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്, ക്ലോസ് ചെയ്യണ്ട, പോയാൽ താഴേക്ക് ഒരു പ്രോഫിറ്റ് കത്താണെങ്കിൽ ക്ലോസ് ചെയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു മൈൻഡിൽ ഇങ്ങനെ വെച്ച്. എനിക്ക് അത്യാവശ്യം ക്യാപിറ്റലുണ്ടായിരുന്ന ആ സമയത്ത് എനിക്ക് ആ ഒരു ട്രേഡിൽ എനിക്ക് നഷ്ടപ്പെട്ടത് 24,000 രൂപയാണ് ഒറ്റ ട്രേഡിൽ. അതെൻ്റെ ക്യാപിറ്റലിൽ എത്രയോ %. എന്നിട്ട് എന്ത് ചെയ്തു? ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇത് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ വാശിക്ക് വീണ്ടും ടാറ്റ മോട്ടറിൽ ആദ്യം ട്രേഡ് എടുത്ത് വേറൊരു സ്റ്റോക്കിലായിരുന്നു. പിന്നെ ടാറ്റ മോട്ടറിൽ എനിക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടി. ആ എൻട്രി ഓപ്പർച്യൂണിറ്റി ഞാൻ ട്രേഡ് എടുത്ത് അത് ഞാൻ പ്രോഫിറ്റ് എടുത്ത്
ഹോൾഡ് ചെയ്ത് ഓൾമോസ്റ്റ് ആ ലോസ് എല്ലാം റിക്കവർ ചെയ്തിട്ട് 2000 രൂപ പ്രോഫിറ്റിലാണ് അന്ന് ഞാൻ ഇറങ്ങിയത്. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ട്രേഡിങ്ങിൽ ഭയങ്കര പുലിയാണ്, ഇനി എന്നെ എത്ര ലോസ് വന്നാലും എനിക്ക് ആ ദിവസം തന്നെ റിക്കവർ ചെയ്യാൻ പറ്റില്ല. മൈൻഡ് ഭയങ്കര ഒരു അടിപൊളിയായിട്ടായിരുന്നു ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തോ സംഭവമാണ്, ഇനി കിങ് ആണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ കിങ്ങാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന ട്രേഡിലൊക്കെ SL വെക്കാത്തതുകൊണ്ട് ലക്ഷ്യമുണ്ട് ഇങ്ങനെ ഗ്യാപ്പിൽ പോയി ഒരു പരിധി എത്തി മനസ്സിലായി അങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ള കാര്യം. എന്നിട്ട് ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത് പ്രോപ്പറായിട്ട് SL വെക്കണം, പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ് വെച്ചിട്ടുള്ള ഒരു ട്രേഡിങ് പ്ലാൻ ഇല്ലാതെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുന്നില്ല കാര്യം. കറക്റ്റ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കുള്ളൂ. നമ്മൾ എന്തൊക്കെ യൂട്യൂബിലാണെങ്കിലും എന്തൊക്കെ ആരോട് എന്തൊക്കെ പറഞ്ഞാലും എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. അതെ കറക്റ്റാണ്. ഇപ്പോൾ നീ ഇപ്പോൾ പറഞ്ഞ മാതിരി SL വെച്ചില്ലല്ലോ, നീ കറക്റ്റായിട്ട് അക്കൗണ്ടിൻ്റെ 1% SL വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് അത്ര നഷ്ടം വരുന്നില്ല. അതെ, അതാണ് നമ്മൾ SL വെക്കുമ്പോൾ നല്ലൊരു അടിപൊളി കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1% റിസ്ക് എടുക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് 0.5 0.25 റിസ്ക് എടുത്ത് അതാണ് ട്രെയിൻ മാനേജ്മെൻറ്റ്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാണ്ട് സൈക്കോളജിയിൽ. അതുപോലെ തന്നെയാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ എക്സൈറ്റ്മെൻ്റ് കാര്യം. എനിക്കൊക്കെ ആദ്യം $600 $600 ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തത് 600 രൂപ 3000 രൂപയൊക്കെ ഒറ്റ ക്യാൻഡിലും ജസ്റ്റ് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ 3000 രൂപ പ്രോഫിറ്റ് കിട്ടും. അന്ന് പൊസിഷനൈസിങ് ഇല്ലല്ലോ. എത്രയാണെന്ന് എനിക്ക് തോന്നുന്നത് 1:12 ആയിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിവറേജ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫുൾ ലിവറേജിൽ ട്രേഡ് ചെയ്യാം. ഒന്ന് ക്യാൻഡിൽ ഇറങ്ങുമ്പോൾ 3000, എന്നിട്ട് ഫുൾ ആ 3000 പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് ഫുൾ എൻജോയ്മെൻറ്റ്, ചാടി കളിക്കുക, ഫുൾ എക്സൈറ്റ്മെൻറ്റ്. പിന്നെയാണ് എനിക്ക് കളി മനസ്സിലായത് ഇങ്ങനെ നല്ല ട്രേഡ് ചെയ്യാൻ. അതൊന്നും ട്രേഡിങ് അല്ല, അതൊക്കെ ഗ്യാംബ്ലിംഗ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ എല്ലാ പ്രോഫിറ്റും പോവും, അതുപോലെ തന്നെ കയ്യിൽ നിന്ന് പൈസയും പോവും. അപ്പം അങ്ങനെ തന്നെ പറയാനുള്ളത്. സൈക്കോളജിയാണ് മെയിൻ. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാന്നല്ല, വേറെ അത് ത്രൂ എക്സ്പീരിയൻസ് വഴി നമുക്ക് കിട്ടുള്ളൂ. വേറെ എവിടെ നിന്നും പഠിച്ചെടുക്കുക. പക്ഷേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് റെഡി ആവും. അത് ഓട്ടോമാറ്റിക് റെഡി ആവും. നമ്മൾ തന്നെ തീരുമാനിക്കണം. വേറെ ആൾക്ക് ഞാൻ ഇപ്പോൾ നിന്നോട് പറഞ്ഞു വെച്ചിട്ട് നിനക്ക് ഇതെന്ത് നമ്മൾ നോക്കാമെന്ന് പറഞ്ഞ മൈൻഡ് സെറ്റ് ആയിരിക്കും. ഇതിൽ കേട്ടിട്ട് ഇതിലേനെ വിടും. അത് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2-3 അക്കൗണ്ട് ഫണ്ടഡ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 2-3 അക്കൗണ്ട് അടിച്ച് പോകുമ്പോൾ പഠിച്ചോളും. അപ്പോൾ അവർക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അക്കൗണ്ട് അടിച്ച് പോയെന്ന്. സ്ട്രാറ്റജി ഓക്കെയാണ്, നമ്മൾ സൈക്കോളജി വർക്കായില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ട്രേഡ് എടുക്കുമ്പോൾ ആ ട്രേഡ് പ്രോപ്പറായിട്ട് മണി മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക. പിന്നെ പ്രോപ്പറായിട്ട് സൈക്കോളജി, ഇമോഷൻസ് വർക്ക് ആവാതെ ആ എല്ലാ ട്രേഡ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റിയ ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റാണ്.